ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്നേഹിച്ചുള്ള ചതികളാണ്. അവരുടെ രീതി ഇതാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്നേഹിച്ച് നമ്മളെ ചതിച്ചു പോകാൻ ഉദ്ദേശമുള്ളവർ, അത് ആണായാലും പെണ്ണായാലും, ആദ്യം വളരെ ശുദ്ധരായി അഭിനയിച്ചുകൊണ്ട് നമ്മളോട് അടുക്കും. ഒരു വ്യക്തി നമ്മളോട് അടുത്ത് വരുമ്പോൾ, നമ്മളെ സ്നേഹിച്ച് കൂടുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന്, ഇവരുടെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നതെന്ന്, അവരുടെ ഹിസ്റ്ററി എന്താണെന്ന്. ചിലപ്പോൾ മുമ്പ് പലരെയും ചതിച്ച് ഹിസ്റ്ററി ഉള്ളവരായിരിക്കും ഇവർ. പക്ഷെ നമുക്ക് മുന്നിൽ വരുമ്പോൾ നമ്മൾ അവരെ ശുദ്ധർ പോലെയാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെയാണ് പലരും പറ്റിക്കപ്പെടുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ സ്നേഹം അഭിനയിച്ചുകൊണ്ട് നിങ്ങളോട് അടുത്ത് വരുമ്പോൾ ആത്മാർത്ഥതയുള്ള, ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് സ്നേഹിക്കുന്ന അവൻ അല്ലെങ്കിൽ അവൾ, പാവങ്ങൾ അവരുടെ ചതിയിൽ പെട്ടുപോകുന്നു എന്നതാണ് സത്യം. മാനസികമായി ഒരിഷ്ടത്തിലേക്ക് വഴുതി വീണാൽ, ഒരു സ്നേഹത്തിലേക്ക് വഴുതി വീണാൽ പിന്നെ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ഹൃദയത്തിൽ കിടന്നിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് എല്ലാവരും പെട്ടുപോകുന്നൊരവസ്ഥ. സത്യമായ സ്നേഹം ഇന്ന് വളരെ കുറവാണ്. അവരുടെ കാര്യം കാണാൻ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങൾ സാധിക്കാൻ വേണ്ടി നടക്കുന്ന കൂട്ടരാണ് ഇന്നുള്ള മുഴുവനും ആളുകളും. വെറും 2% പേർ മാത്രമേ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി തങ്ങൾക്ക് വേണം, അവരെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല, അവരുടെ ഹൃദയം വേദനിക്കരുത്, തങ്ങൾ മുഖാന്തരം എന്ന് ചിന്തിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നുള്ളൂ. ബാക്കി ഉള്ള ആളുകൾക്ക് തങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ തങ്ങൾ അഭിനയപൂർവ്വം സ്നേഹിച്ച് നടക്കുന്ന ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചാലും, അവർ തകർന്നാലും വിഷയമേ ഇല്ല എന്നുള്ള രീതിയിൽ നടക്കുന്ന വ്യക്തികളാണ്. അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ. നിങ്ങളായ വ്യക്തി ആരെ സ്നേഹിക്കുമ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം, തകരാതിരിക്കാൻ. മറഞ്ഞിരിക്കുന്നതൊക്കെ പിന്നീടാണ് പുറത്തു വരിക. കുറച്ച് നാളുകൾ കഴിയും. അപ്പോഴേക്കും അതിൽ ഒരാളുടെ ഹൃദയം തകർന്നിരിക്കും. ചതിക്കുന്നവർ സ്ഥലം വിട്ടിരിക്കും. അവർക്ക് അവരുടെ ഹൃദയത്തിന് യാതൊരു തകർച്ചയും സംഭവിക്കുന്നില്ല. ആത്മാർത്ഥത ഇല്ലാതെ ഇങ്ങോട്ട് നടന്നവരെ സ്നേഹിച്ച് അതിൽ ഒരാളുടെ ഹൃദയം തകർന്നിരിക്കും. അദ്ദേഹം പടുവിഡ്ഢിയായിരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. പ്രണയത്തിൻ്റെ മറ്റൊരു ഡയറക്ഷൻ പറയുകയാണെങ്കിൽ, വിഡ്ഢികളും ബുദ്ധിമാന്മാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് സത്യത്തിൽ പ്രണയം. അതിൽ ആര് വിഡ്ഢിയാകുമെന്നോ ആര് ബുദ്ധിമാനാകുമെന്നോ പിന്നീട് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് അതിൻ്റെ വേറൊരു കാര്യം. ആത്മാർത്ഥത അഭിനയിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ഒരു വ്യക്തിയെ സ്നേഹിച്ച് സ്വയം വിഡ്ഢിയാകുന്ന ആ വ്യക്തി, അവർ തകർന്നു പോകും. എന്നാൽ ബുദ്ധിമാൻ ഇവരെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പോയി അതിലും വലിയ ഒരു കുഴിയിൽപ്പെട്ട് തകരും. ഇതാണ് സംഭവിക്കുന്നത്. ബുദ്ധിമാനാണെങ്കിലും ആരാണെങ്കിലും ഇവിടെ രക്ഷപ്പെട്ടു പോകില്ല. അതിനൊരു സമയമുണ്ട്. അപ്പോൾ അവനും പഠിക്കും. ഇതൊരു സത്യമാണ്. സ്നേഹത്തിൽ എല്ലാം സത്യമാണ് എന്നുള്ള തോന്നലാണ് ഒരു വ്യക്തിയോട് അടുക്കുമ്പോൾ ഹൃദയം കൊണ്ട് സത്യമായി സ്നേഹിക്കുന്നവർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഫേക്കായ വ്യക്തിയുടെ രീതി ഇവരെ വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അവർ നിങ്ങളോട് അടുത്ത് വരികയുള്ളൂ. മനസ്സിലാക്കിയിരിക്കണം. വളരെ തന്ത്രപൂർവ്വം, വളരെ സ്നേഹപൂർവ്വം അഭിനയിച്ചുകൊണ്ട് നിൽക്കും. വളരെ തന്ത്രപൂർവ്വമാണ്. ഇതാണ് അതിൻ്റെ വേറൊരു സത്യം. ഇതൊക്കെ കണ്ട് നിങ്ങൾ അലിഞ്ഞു വീണാൽ അത് അലിഞ്ഞു തീരും. ഐസ് പോലെ നിങ്ങളുടെ ഹൃദയം അലിഞ്ഞില്ലാതായി തീരും. ശരിക്കും ഒരു വ്യക്തിയെ പഠിക്കുക, പഠിച്ചതിന് ശേഷം മാത്രം ഇടപെടുക. ഇതാണ് ഇതിനുള്ള മറുമരുന്ന്. ചില സ്നേഹിച്ച് കുറേ നാൾ പുറകെ നടന്ന് ഹൃദയം കീഴടക്കി അതിനുശേഷം വിട്ടുപോയി പിന്നെയും കൂടുതൽ പണികൾ തന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ച് എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു. അദ്ദേഹം ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയി. പിന്നെ അകലെ നിന്നുകൊണ്ട് ഇദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ പിന്നെയും സ്നേഹം അഭിനയിക്കുന്നു. ഏതാണെന്ന് അറിയാത്ത രീതിയിലാക്കി തീർക്കുന്നു. അപ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്നു ആ വ്യക്തിക്ക് പിന്നെയും സ്നേഹമുണ്ട്, ഇദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും, അദ്ദേഹത്തിന് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചല്ലോ. അങ്ങനെ പല രീതിയിൽ കൺഫ്യൂഷൻ ആക്കാനുള്ള ഒരു കഴിവ് ഫേക്കായ സ്നേഹമുള്ളവർക്കുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. പല രീതിയിലാണ്. മീൻകൂട്ടത്തിന് നേരെ വല എറിഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും വലയിലാക്കി വലിച്ചു കയറ്റുന്ന ഒരു രീതി. മീൻകൂട്ടം അറിയുന്നില്ല തങ്ങൾ വലയിൽ അകപ്പെട്ടുവെന്ന്. കടയിൽ കയറി വന്ന് പിടയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതുപോലെ മറ്റുള്ളവരെ ഇട്ട് കളിക്കാനുള്ള, മനസ്സിനെ ഇട്ട് കളിക്കാനുള്ള ഒരു കഴിവ് ഫേക്കായി സ്നേഹിക്കുന്നവർക്കുണ്ട്. അവരുടെ രീതി ഇതാണ്. പിന്നെയും ഇങ്ങനെ പ്രകോപനം തന്നുകൊണ്ടിരിക്കും. അവർക്ക് സ്നേഹമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള അഭിനയങ്ങൾ കാഴ്ചവെക്കാൻ പിന്നെയും സാധിക്കും. കാരണം നിങ്ങളുടെ മനസ്സ് അഡിക്റ്റ് ആയതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം വ്യക്തമായി. നിങ്ങളോട് നല്ല രീതിയിൽ ഇടപെടുകയും നിങ്ങൾക്ക് വാല്യൂ തന്ന് സ്നേഹിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് സ്നേഹിക്കാം, അവരെ നിങ്ങൾക്ക് അംഗീകരിക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മറ്റുള്ളവർ, അതായത് ഫേക്കായി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവുന്നവർ, അവരിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക. എത്ര സ്വർണമായാലും വിട്ടു നിൽക്കുക. എന്തിനാണ് നിങ്ങൾ സ്വയം നിങ്ങളുടെ ഹൃദയത്തിൽ വേദനകൾ ഏറ്റുവാങ്ങി തകരുന്നത്? അത് ഒരാവശ്യവുമില്ലാതെയാണ് തകരുന്നത്. നിങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനവും ഇല്ല,
അവർ നിങ്ങളുടെ ഹൃദയത്തെ വെച്ച് കളിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെയൊക്കെ മാറ്റി നിർത്തി നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യപരമായി സൂക്ഷിക്കുക. നിങ്ങളോട് സത്യമായി സ്നേഹമുള്ള ഒരു വ്യക്തിയെ അവരുടെ നിങ്ങളോടുള്ള ഇടപെടലിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അവർ ഒരിക്കലും നെഗറ്റീവ് വശങ്ങളോ വേദനകളോ നിങ്ങൾക്ക് തരില്ല. ഇത് ഉറപ്പായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കില്ല. അതായത് നിങ്ങളുടെ ഹൃദയത്തെ അവർ റെസ്പെക്റ്റ് ചെയ്യും എന്നർത്ഥം. അവരുടെ ഹൃദയം പോലെ നിങ്ങളുടെ ഹൃദയത്തെ അവർ റെസ്പെക്റ്റ് ചെയ്ത് സൂക്ഷിക്കും. ഇത് മനസ്സിലാക്കിയിരിക്കണം. അല്ലാത്തതെല്ലാം ഫേക്കാണ്. നിങ്ങൾക്ക് നെഗറ്റീവ് ഫീലിംഗ് തരുന്ന ആരാണെങ്കിലും അവരെ ഉപേക്ഷിക്കുക. അത് തുടർച്ചയായി തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ വിട്ടുകളയണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. നിങ്ങൾക്ക് സ്നേഹം ഒരുപാട് തരുന്നവരെ ചേർത്ത് നിർത്തുക. അവിടെയാണ് നിങ്ങളുടെ സന്തോഷവും വിജയവും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്നേഹം തന്ന് നിങ്ങളെ ചേർത്ത് നിർത്തുന്ന വ്യക്തികളിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അവർ നിങ്ങളെ വേദനിപ്പിക്കില്ല, നിങ്ങളെ നെഗറ്റീവ് വശങ്ങളിലേക്ക് വിടില്ല. എപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ സേഫാക്കി വെക്കും, സൂക്ഷിക്കും, സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷമാണ് അവരുടെ സന്തോഷം. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഫേക്കായി നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം വളരെ അഭിനയപൂർവ്വം അടുക്കുകയും ചെയ്യും. ഫേക്കായിരിക്കുന്നവരുടെ വലകളിൽ വീഴുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ചെയ്യുന്നത്. ഇതാണ് വേറൊരു സത്യം. 95% പേരും ഫേക്കായവരുടെ വലകളിൽ വീണ് തകർന്നവരാണ് ഇന്ന് ജീവിതത്തിൽ. ഏതെങ്കിലും വിധത്തിലൊക്കെ ചിലർ പെട്ടുപോയിരിക്കുന്നു, ചിലർ പെടുന്നില്ല, ചിലർ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ പല രീതിയിൽ സംഭവിക്കുന്നവരുണ്ട്. പൂർണ്ണമായും അവർക്ക് കീഴ്പ്പെട്ട് തകർന്നു പോയവരുണ്ട്. മനസ്സും ശരീരവും തകർന്നവർ. നിങ്ങളെ സ്നേഹിക്കുന്നവർ സ്നേഹം നിങ്ങൾക്ക് ഒരുപാട് തന്ന് ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ ചതിയിൽപ്പെട്ട് തകരാനുള്ളതല്ല നിങ്ങളുടെ മനസ്സും ശരീരവും. ഒരിക്കലും സ്വയമായി മറ്റുള്ളവരുടെ ചതികളിൽപ്പെട്ട് തകർന്ന് നിങ്ങളുടെ ഹൃദയം കളയരുത്, നിങ്ങളുടെ ശരീരം കളയരുത്, നിങ്ങളുടെ നല്ല ആ ഫ്രഷ്നെസ്സിനെ കളയരുത്. ഇത് മനസ്സിലാക്കിയിരിക്കണം. യഥാർത്ഥമായി സ്നേഹിക്കുന്നവരെ മാത്രം ചേർത്ത് നിർത്തുക, അവരോട് കൂടി ചേർത്ത് നടക്കുക. അതുകൊണ്ട് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഫലമുണ്ടാകുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.